നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല മുത്തശ്ശി, മാളൂന് എനിക്ക് ജീവനാ, എന്റെ പ്രാണം പോലെ ഞാൻ മാളൂനെ നോക്കുന്നത്. അതെന്റെ മനസ്സിന്റെ ചാഞ്ചാട്ടം കൊണ്ടുള്ള തോന്നലൊന്നും അല്ല. മുത്തശ്ശി കൂടി എന്നെ മനസ്സിലാക്കാതിരിക്കരുത്. എങ്കിൽ നീ കരച്ചില്ലെങ്കിൽ ഒന്ന് നിർത്ത. മാളു ഉടനെ വരും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ആശുപത്രി പോകും. പോരെ? നാത്തൂനെ ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞാനൊന്ന് അമ്മയെ കാണാൻ പോയ സമയം കൊണ്ട് ഇവിടെ എന്തൊക്കെയാ നടന്നത്? ഹൈമാവതി ഫോൺ ചെയ്ത് പറഞ്ഞതെല്ലാം കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതാ ഞാൻ വേഗം തിരിച്ചു വന്നത്. അമ്മേ, ഇവള് ഇതുവരെ ഇവിടുന്ന് പോയില്ലേ? മഹിയേട്ടൻ ഇവള് ഇതുവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? എന്ത് ധൈര്യത്തിലായിട്ട് നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നേ? ഇറങ്ങണം ഇപ്പൊ ഈ വീട്ടിൽ നിന്ന്. ശ്രേയ എന്നെ ഫോൺ ചെയ്ത് വിവരമെല്ലാം പറഞ്ഞിരുന്നു. ഇനി ഇവളെ ഈ വീട്ടിൽ നിർത്താൻ സാധിക്കില്ല. നീ ഇവിടുന്ന് പോണം. നീ കാരണം കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞേനെ? അതെ, ആരാണ് തെറ്റ് ചെയ്തതെന്നും ആരാണ് പോകേണ്ടതെന്നും കേട്ടറിവ് വെച്ച് തീരുമാനിക്കരുത്. എങ്ങ് ഒരിക്കലും മാളുവിന് ആപത്ത് വരുന്ന ഒരു കാര്യവും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. ശ്രേയ സത്യം പറയണം. മാളുവിന് പാല് കാച്ചി തണുക്കാൻ വെച്ച ശേഷം ഗംഗ പോയപ്പോ അടുക്കളയിൽ ശ്രേയ ഉണ്ടായിരുന്നില്ലേ? ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. സത്യം പറയണം. ഇല്ല മഹിയേട്ടാ, ഞാൻ അടുക്കളയിൽ പോയിട്ടേ ഇല്ല. സീമേ, ശ്രേയ അടുക്കളയിൽ വന്നിരുന്നോ? സീമയോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ശ്രേയ അടുക്കളയിൽ വന്നിരുന്നോന്ന്. വന്നിരുന്നു. ഞാൻ എപ്പോഴാണ് അടുക്കളയിൽ വന്നത്? ഗംഗ മാളൂനുള്ള പാല് കാച്ചി തണുക്കാൻ വെച്ച് കഴിഞ്ഞപ്പോ ശ്രേയ അവിടെ വന്നു. അത് ആർക്കുള്ള പാലാണെന്നും ചോദിച്ചു. ഞാൻ പാത്രം വെച്ച് തിരിയുമ്പോ ശ്രേയ അതിലെന്തോ കലക്കിയിട്ട് സ്പൂൺ എടുക്കുന്നതും കണ്ടു. അയ്യോ, അത് മാളൂനുള്ള പാലായിരുന്നോ? അത് മാളുവിനുള്ള പാലാണെന്ന് സീമ പറഞ്ഞതല്ലേ? അതെ, പക്ഷെ ഞാൻ അത് മാളൂന് കൊണ്ടുപോകാൻ ഗംഗ എടുത്തതിന്റെ ബാക്കിയാണെന്നാ കരുതിയത്. അതുകൊണ്ട് ഞാൻ എന്റെ മുറിവിൽ പുരട്ടാൻ വൈദ്യൻ തന്നൊരു ഭസ്മം അതിൽ കലക്കിയിരുന്നു. എന്താടി നീ ചെയ്തേ? നിന്റെ വിവരക്കേട് കാരണം കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. അത് മാളൂനുള്ള പാലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചെല്ല്, നീ ചെയ്ത തെറ്റിന് മഹിയുടെ കാല് പിടിച്ച് മാപ്പ് പറ. ഞാനത് ബാക്കി വെച്ച പാലാന്നാ കരുതിയത് മഹിയേട്ടാ. ഭസ്മം കലക്കി വെച്ച് കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ പാൽ അവിടെ ഇല്ല.
അതാരെങ്കിലും എടുത്തു കളഞ്ഞ് പാത്രം കഴുകി വെച്ചതായിരിക്കും എന്നാ ഞാൻ കരുതിയത്. അറിയാതെ പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കണം. ഉം. എനിക്ക് മാപ്പ് തരണം. നീ എന്നോടല്ല മാപ്പ് പറയേണ്ടത്, ഗംഗയോടാ. നീ ചെയ്ത തെറ്റിന്റെ പേരിൽ അനുഭവിച്ചതല്ല അവളാ. നീ അടക്കം എല്ലാവരും പഴി പറഞ്ഞത് ഗംഗയാ. മാളു, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. മാളുവിനറിയാലോ, നിന്റെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ. ഞാൻ ഒരിക്കലും മോൾക്കൊരു ആപത്ത് വരാൻ കാരണമാവില്ല. എന്നോട് ക്ഷമിക്കണം. എന്റെ മോളല്ലേ നീ. മതി. ശ്രേയയ്ക്കൊരു കയ്യബദ്ധം പറ്റി. ഇനി അതിന്റെ പേരിൽ ഒരു വിചാരണ വേണ്ട. ശ്രേയ തന്റെ തെറ്റ് തിരുത്തിയല്ലോ. തെറ്റും ശരിയും ഒക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനും ഗംഗയും ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങുക. അതിന്റെ ആവശ്യം എന്താ? ഗംഗ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഇവിടുന്ന് പോകുന്നത്? പലരും ചെയ്യുന്ന തെറ്റുകൾ പഴിചാരാൻ ഇനിയും ഇവിടെ നിൽക്കണമെന്നാണോ മഹി പറയുന്നത്? മാളുവിന്റെ അസുഖം മാറിയില്ലേ? അവൾക്ക് സുഖമായല്ലോ. ഇനി ഇവിടെ ഞങ്ങളുടെ ആവശ്യമില്ല. ഗംഗ പോലെ ഗംഗ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നത് ഗംഗയെ കാണാനാ. മോള് പറയുന്നത് കേട്ടില്ലേ? ഇപ്പൊ അമ്മയും ഗംഗയും ഇവിടുന്ന് പോയാൽ അത് ഞങ്ങളോട് പരിഭവിച്ചു പോയതുപോലെ ആകും. തെറ്റ് പൂർണ്ണമായും ഈ വീട്ടിലുള്ളവരുടെ ഭാഗത്താണ്. അതിപ്പോ തിരിച്ചറിഞ്ഞു. ഗംഗയെ എല്ലാവരും പഴി പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി. അത് ആർക്കും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിലും വലിയ മനസ്സോടെ അമ്മയും ഗംഗയും അത് ക്ഷമിക്കണം. മാളു ഇന്ന് മടങ്ങി വന്നല്ലേ ഉള്ളൂ. അവള് വിഷമിപ്പിക്കരുത്. അതെ, അച്ഛൻ പറഞ്ഞതാണ് അതിന്റെ ശരി. മുത്തശ്ശി പോവരുത്. ഗംഗേ, ഗംഗ വാ. വാ. ഇനി ഇതുപോലൊരു സംഭവം ഈ വീട്ടിൽ ഉണ്ടാവരുത്. ഉണ്ടായാൽ ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആവില്ല. എല്ലാത്തിനും കാരണക്കാരി ശ്രേയ. അവളെയും അവളുടെ അമ്മയെയും ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറക്കി വിടണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.